യെസ്, ആദ്യം നമ്മളൊരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. കൊച്ചി ബ്രോഡ്വേയിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. 10-ലധികം കടകൾ കത്തി നശിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീ പിടിച്ചത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഒരു പുക വന്നാണ്ട് ഇവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു തമിഴ് ആളുണ്ട്. അദ്ദേഹമാണിത് അപ്പോൾ തന്നെ ആളുകളെ അറിയിപ്പിച്ച് അവിടെ നിന്ന് ഫയറിനെ വിളിച്ച് പറഞ്ഞ് അവർ വന്നപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി കത്തി. ആ കട മുഴുവനും കത്തി, അതിൻ്റെ മുകളിലെ കട ഭാഗികമായിട്ടും കത്തി. നല്ലൊരു നഷ്ടം ഇവർക്ക് തന്നെ, നല്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് സാമ്പത്തിക പൈസ ഉണ്ടായിരുന്നു, എല്ലാം മുഴുവനും കത്തിപ്പോയി. മുകളിലെ ആളുകളുടെയും ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് അവിടെ ഇരിക്കണം. അതെല്ലാം ഈ പ്ലാസ്റ്റിക് ഈ മറ്റേ കമ്മലുകളൊക്കെയാണ്, അതും പൂർണ്ണമായി കത്തിപ്പോയി. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്നിൽ ഷോർട്ട് സർക്യൂട്ട് ആക്കിയാൽ, അല്ലെങ്കിൽ അവിടെ ആ സൈഡ് കെട്ടിടം പണിക്ക് വേണ്ടി ഒരു കെട്ടടച്ച് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അടച്ചു വെച്ചേക്കനാണ്. അവിടെ നിറച്ചും വേസ്റ്റും ചവറുകളും, മുഴുവൻ ചവറുകൾ അത് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ആ ചവറുകളൊക്കെ അവിടെ കിടന്ന് അവിടെ നിന്ന് വല്ല തീപ്പൊരി പൊങ്ങി കയറി വന്നാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും ചവറെന്ന് പറഞ്ഞാൽ പേപ്പറുകൾ, വേസ്റ്റുകൾ, അതെല്ലാം ഒരു ബീഡിയുടെ ഒരു കത്തി വീണ അവിടെ നിന്ന് തീ പിടിക്കാം. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കെട്ടിടത്തിന് ചുറ്റുപാടും ഒരു ഫയർ എഞ്ചിൻ പോകാനുള്ള ഒരു സംവിധാനമോ ഒന്നുമില്ല ഇവിടെ. ഇതിപ്പോൾ ഈ രാത്രി ആയത് കാരണം ഇത് അവസാനിച്ച്. അതല്ലെങ്കിൽ പൂർണ്ണമായി കത്തിയാൽ ഒരുപാട് ആളുകൾക്ക് അപകടം ഉണ്ടാകും. ഇത് പലവട്ടം പല ആളുകളും പറഞ്ഞതാണ്. ഇത് കൂടാതെ ഇപ്പം മുകളിൽ നിന്ന് നമ്പറില്ല, ഇനി മുകളിൽ പണിയാൻ പോകുന്നുണ്ട്. ഇത് 27 വർഷമുള്ള കെട്ടിടമാണ്. ഈ കാണുന്നത് ഇലക്ട്രിക്കൽ റൂമാണത്. എന്തെങ്കിലും അപകടം അങ്ങനെ തീ പിടിച്ചെങ്കിൽ പണി തീർന്നേനെ. അതുപോലെ മുകളിലോട്ട് ഇതൊക്കെ ഇതിന് മൊത്തം ഏതാണ്ട് എത്രയോ കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയോ? 10, 80, 90 മുറികളുണ്ട്. ഈ ഓരോ മുറിയിലും കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവും. യെസ്, അപ്പോൾ വിശദാംശങ്ങൾ സിജോ വർഗീസ് നൽകും കൊച്ചിയിൽ നിന്ന്. സിജോ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണാം. കടകൾ ഒന്നെ കത്തി നശിച്ചിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് പല തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ കാരണം എന്നതിനെ പറ്റി അവ്യക്തതയായിരിക്കും, പിന്നീട് അത് കണ്ടെത്താറുമില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആ തീപിടുത്തത്തിനുള്ള കാരണം എന്നൊരു വ്യക്തമായ നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നുള്ള കണക്കുകൂട്ടലുകളിലേക്കൊക്കെ എത്തിയോ സിജോ? ജെൽസി സൈഫുദ്ദീൻ ഇന്നലെ രാത്രി ഒരു 12 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. കൊച്ചിയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് വലിയ ജനങ്ങൾ കൂടുതലായി എത്തുന്ന ഒരു വ്യാപാര കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിലൊക്കെ ഭാഗമായി ഇവിടെ തിരക്ക് കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു വസ്തുത. ക്രിസ്മസ് കഴിഞ്ഞ ഒരു ചെറിയ ഒരു ഇടവേളയുള്ളതിനാൽ നേരത്തെ തന്നെ കടകൾ അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാത്രിയും ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക, ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 12 കൂടിയാണ് ഈ ഭാഗത്തൊരു തീപിടുത്തം ഉണ്ടാകുന്നത് എന്ന് ഈ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, ഈ കടയോടെ തന്നെ അനുബന്ധമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ആൾ, ഈ പരിസരത്തുണ്ടായിരുന്ന മറ്റ് ചുമട്ടുതൊഴിലാളികളായിട്ടുള്ള ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ പുക ഉയരുന്നത് കണ്ട് ഇവിടേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ഏതാണ്ട് 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ഒരു ശ്രമത്തിനൊടുവിലാണ് ഈ തീ അണയ്ക്കാൻ ആയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, ഈ സമീപത്തായി ഈ കെട്ടിടം ഒരു ബഹുനില കെട്ടിടമാണ്. ഇതിൻ്റെ 25 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബഹുനില കെട്ടിടമാണ്. ആ കെട്ടിടം അറ്റകുറ്റപ്പണികൾ ചിലത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സൈഡിൽ ഒരു താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു മറ, ആ മറയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ മറയോട് അനുബന്ധമായി കുറേ വേസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തീ പടർന്നതാകാം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നാണ് പ്രധാനമായിട്ടും അവർ കാരണമായി പറയുന്നത്. അതിനുശേഷം അത്തരത്തിൽ തീ പടരുന്നത് കണ്ടാണ് അവിടുന്ന് തീ പടർന്ന് പിന്നീടാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഫയർഫോഴ്സ് ഇവിടെ എത്തി വളരെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനോടില്ലാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ ആയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, ഇവിടെ ഈ പൊതുവത്സരത്തോടൊക്കെ അനുബന്ധിച്ച് ഈ കടകളിലേക്ക് കൂടുതൽ സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട്. 2 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏതാണ്ട് മറ്റ് സമീപത്തെ
കടകൾ, അതായത് 10ഓളം കടകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. ഈ വളരെ ഒരു തൊട്ടടുത്ത് കടകളുള്ള ഏതാണ്ട് ഈ കെട്ടിടത്തിൽ ഏതാണ്ട് 60ഓളം കടകൾ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതിന് മുകളിലേക്ക് വീണ്ടും പുതിയ കടകൾ നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇന്നലെ രാത്രി നിന്നിരുന്നു. ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമുണ്ട്. ചില ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നീങ്ങിയിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നം ആയേനെ എന്നാണ് ഈ വ്യാപാരികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ സ്റ്റോക്ക് അതൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ പുതുവത്സരം കൂടി വരുന്നു. അതുകൊണ്ട് അതിന് ആ ഒരു കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്ക് ഇവിടെ കരുതുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം. പക്ഷേ എന്താണ് ഈ നഷ്ടത്തിന് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഈ അപകടത്തിന് കാരണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഫെൻസിങ്, ഇത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ, ആ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല. അതിന് ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഈ തിങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങളുടെ കട ഏതെങ്കിലും നശിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ നിങ്ങളിവിടെ ഇവരും അറിഞ്ഞു വന്നു? നമുക്കറിയാവുന്നതല്ല, നമ്മളറിയാവുന്നതാ. എന്താ ഇന്നലെ ഉണ്ടായിരുന്നു? ഞാൻ പുലർച്ചെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണം എന്നെല്ലാം പറഞ്ഞു കേട്ടു? അതൊന്നും പറഞ്ഞു കേട്ടില്ല ഇവര്. എന്തായാലും തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ ശ്രമകരമായി ജോലി ചെയ്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും നമുക്ക് ഈ സ്ഥലം തന്നെ കണ്ടാൽ അറിയാൻ പറ്റും. കാരണം ഇത്രമാത്രം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇതിലെ തൊട്ട് ചേർന്ന് തന്നെ നിരവധി കടകൾ ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വൈകാതെ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം. എന്തായാലും ആശങ്ക നിറഞ്ഞ ഒരു രാത്രിക്ക് ശേഷം ആശ്വാസം നിറഞ്ഞ ഒരു പുലരി, അതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. സിജു, എന്തായാലും വലിയ ആശങ്കയിലൂടെയാണ് ഇന്നലെ രാത്രി കടന്നുപോയത് എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഈ പഴയ കെട്ടിടങ്ങളാണ്. പലപ്പോഴും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ പോലും അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ തീ പിടിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കൃത്യമായ സംവിധാനങ്ങൾ, ഈ ഷോർട്ട് സർക്യൂട്ട് അടക്കം ഉണ്ടാകുന്നതിനൊക്കെ നേരത്തെ തന്നെ പരിശോധനകളൊന്നും നടക്കുന്നില്ല. കാരണം കലാകാലങ്ങളായിട്ട് അതങ്ങനെ തുടരുകയാണ്. ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. മാത്രമല്ല ഇന്നലെ 10:30 ശേഷം കടകളൊക്കെ പൂട്ടിപ്പോയതിനു ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ജിൽസി, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ദിവസവും ഇന്നലെ നമ്മൾ തീപിടുത്തത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ട്രെയിനിൽ എന്ന് വെച്ചാൽ കൊച്ചിയിലേക്ക് വരികയായിരുന്ന ട്രെയിനിൽ തീപിടിച്ച ഒരാൾ മരിച്ചു.